പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 32ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം ധ്യാന പഠന വിഷയമാക്കുന്നത് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹ സമ്മാനമായ യേശു മിശിഹ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ വീക്ഷണത്തിൽ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി മോശയുടെ നിയമത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും യേശു മിശിഹായെ അവതരിപ്പിച്ചിരിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ അടുത്തറിയാൻ നാം പരിശ്രമിക്കുകയായിരുന്നു. ക്രിസ്താനുഭവത്തിൽ കൂടുതൽ ആഴപ്പെടാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹായെ അടുത്തറിയുന്നതിനും അനുഭവിക്കുന്നതിനും അനുകരിക്കുന്നതിനും അങ്ങയോട് അനുരൂപപ്പെട്ട് അങ്ങുമായുള്ള ഐക്യത്തിൽ ജീവിക്കുന്നതിനും നമുക്കിടയാകണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന യേശുവിൻ്റെ വൈവിധ്യമാർന്ന ചിത്രത്തെ നമുക്കൊന്ന് ധ്യാനിച്ചറിയാൻ പരിശ്രമിക്കാം. ഒന്നാമതായി, വിശുദ്ധ മത്തായിയുടെ വീക്ഷണത്തിൽ ദൈവപുത്രനായ യേശു മിശിഹ ചരിത്രാതീതനാണെങ്കിലും ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയ വ്യക്തിയാണ്. ആ ചരിത്രത്തിൻ്റെ ലക്ഷ്യവും പൂർത്തീകരണവുമെല്ലാം യേശു തന്നെയാണ് എന്നാണ് വംശാവലിയിലൂടെ വിശുദ്ധ മത്തായി സ്ഥാപിക്കുന്നത്. 2, ദൈവത്തിൻ്റെ ഉടമ്പടി വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് യേശു. അതായത്, ദൈവം അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടിയിലൂടെ അടിസ്ഥാനമിട്ട് ദാവീദിനോട് ചെയ്ത ഉടമ്പടിയിലൂടെ നവീകരിച്ച ഉടമ്പടി വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി ദൈവം നമുക്ക് നൽകിയ കരുണാർദ്ര സ്നേഹ സമ്മാനമാണ് അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1:1. വംശാവലി വിവരണത്തിലൂടെ രക്ഷാചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ യേശു ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവം നമുക്ക് നൽകിയ കരുണാർദ്ര സ്നേഹ സമ്മാനമാണ് എന്ന് വ്യക്തമാകും. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് യൗസേഫ് പിതാവിനെ അറിയിച്ചപ്പോൾ ദൈവദൂതൻ പറഞ്ഞത്, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് യൗസേഫ് പിതാവിനെ അറിയിച്ചപ്പോൾ ദൈവദൂതൻ പറഞ്ഞത്, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മത്തായി 1:20-22 വരെയുള്ള വാക്യങ്ങൾ. അതായത്, നമ്മുടെ പാപവിമോചകനും രക്ഷകനുമാണ് യേശു. 4, യേശു എമ്മാനുവേലാണ്. യെശയ്യാ പ്രവാചകൻ മുഖേന ഇതേക്കുറിച്ച് മുന്നറിയിച്ചിട്ടുള്ളത് ദൈവദൂതൻ ജോസഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. മത്തായി 1:23. അങ്ങനെ യെശയ്യാ 7:14 എമ്മാനുവേൽ പ്രവചനം നിറവേറി. യേശു നമ്മുടെ പാപവിമോചകനും രക്ഷകനും ഒരിക്കലും നമ്മെ വേർപിരിയാത്ത നമ്മോടുകൂടെയുള്ള ദൈവ സാന്നിധ്യമായ എമ്മാനുവേലുമാണ്. അവനിലൂടെ ദൈവത്തിന് നമ്മോടുള്ള കരുണാർദ്ര സ്നേഹവും വിശ്വസ്തതയും വെളിപ്പെട്ടു. 5, യേശു യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന യഹൂദരുടെ രാജാവാണ്. യഹൂദരാൽ തിരസ്കരിക്കപ്പെട്ടവനും വിജാതീയർ ഏറ്റുപറഞ്ഞവനുമായ യഹൂദരുടെ രാജാവ്. യേശുവിനെ രാജാവും ദൈവവും പുരോഹിതനും സഹനദാസനുമായി ഏറ്റുപറഞ്ഞാണ് ജ്ഞാനികൾ കുമ്പിട്ടാരാധിച്ചത്. അവർ കാഴ്ചവെച്ച പൊന്നും കുന്തിരിക്കവും മീറായും മത്തായി 2:11 സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ രാജത്വവും ദൈവത്വവും പൗരോഹിത്യവും രക്ഷാകര സഹനവുമാണ്. 6,
മത്തായി 2:23 യേശുവിനെ നസറായനായി, ചരിത്ര പുരുഷനായി അവതരിപ്പിക്കുന്നു. അവിടുന്ന് ചരിത്ര പുരുഷനാണെങ്കിലും ചരിത്രാതീതനാണ്. 7 യേശു പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകുന്ന ശക്തനായവനാണ്. മത്തായി 3:11 എന്താണ് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകുക എന്നതിൻ്റെ അർത്ഥം? യേശു നമുക്ക് നൽകുന്നത് സ്നാപക യോഹന്നാൻ നൽകുന്ന കേവലം ജലത്താലുള്ള സ്നാനമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനമാണ്. അഗ്നിയാൽ സ്നാനപ്പെടുത്തുമെന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് യേശുവിലൂടെയുള്ള നമ്മുടെ വിശുദ്ധീകരണവും ആത്മാഭിഷേകവുമാണ്. ഇത് യേശുവിലൂടെ നൽകപ്പെടുന്ന മാമോദീസായെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ നിരന്തരം ശുദ്ധീകരിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ മാമോദീസ, സ്ഥൈര്യലേപനം, പരിശുദ്ധ കുർബാന സ്വീകരണം, വിശുദ്ധ കുമ്പസാരം, സഹനങ്ങളിലൂടെ ദൈവം നമ്മെ ശുദ്ധീകരിച്ച് അമൂല്യ മുത്തായി രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയ, വചനാധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതത്തിലൂടെയുള്ള അനുദിന വിശുദ്ധീകരണവും ആത്മാഭിഷേകവും എന്നിങ്ങനെ പല മാർഗങ്ങളിലൂടെ വിവിധ ഘട്ടങ്ങളിലായി ദൈവം നമ്മെ ശുദ്ധീകരിച്ച് ആത്മാവിനാൽ അഭിഷേകം ചെയ്യും. ഇതെല്ലാം ബോധപൂർവം നന്ദിയോടെ സ്വീകരിച്ചനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ദൈവസന്നിധിയിൽ നിരന്തരം നമുക്ക് ആത്മശോധന ചെയ്യാം. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിച്ച് ഇവ നമ്മിൽ അന്വർത്ഥമാക്കുവാൻ നാം നിരന്തരം പരിശ്രമിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കും, ആത്മാഭിഷേകത്താൽ നിറയ്ക്കുകയും ചെയ്യും. ഈ പശ്ചാത്തലത്തിൽ വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും എന്ന് മത്തായി 3:12 പറയുന്നതിൻ്റെ അർത്ഥം നാം വിസ്മരിക്കാൻ പാടില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? മുകളിൽ പറഞ്ഞ വിധത്തിൽ ആത്മാവിനാലും അഗ്നിയാലുമുള്ള നമ്മുടെ വിശുദ്ധീകരണവും ആത്മാഭിഷേകവും നടന്നില്ലെങ്കിൽ അന്തിമ വിധിയിൽ യേശു ന്യായവിധിക്കായി വരുമ്പോൾ നിത്യാഗ്നിക്ക് ഇരയാകേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. 8 യേശു സർവ്വനീതിയും പൂർത്തിയാക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപുത്രനാണെന്നാണ് മത്തായി 3:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 9 സ്വയം പ്രലോഭനങ്ങളെ ജയിച്ച് നമുക്ക് പ്രലോഭനത്തിൽ വീഴാതിരിക്കാനുള്ള മാർഗങ്ങൾ കാട്ടിത്തരുകയും സാത്താൻ്റെ മേൽ വിജയം വരിച്ച് സാത്താനെ കീഴടക്കുകയും ചെയ്ത രണ്ടാം ആദമാണ് യേശു ക്രിസ്തു. യേശു പിതാവിനോടുള്ള സ്നേഹത്താലും വചനത്തിൻ്റെ ശക്തിയാലും പ്രലോഭനങ്ങളെ ജയിച്ചു. യേശുവിൻ്റെ ഈ പ്രലോഭനങ്ങൾക്ക് സാർവത്രികമായ പ്രസക്തിയുണ്ട്. ശാരീരിക ഭക്ഷണവും ജീവനും സമ്പത്തും അധികാരവുമാണ് സാധാരണയായി മനുഷ്യനെ പ്രലോഭിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. പിതാവായ ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹവും അനുസരണവുമാണ് വചനത്തിൻ്റെ ശക്തിയാൽ പ്രലോഭനങ്ങളെ ജയിക്കാൻ യേശുവിനെ സഹായിച്ചത്. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവർക്ക് മാത്രമേ യേശുവിലൂടെയുള്ള രക്ഷയുടെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. 10 അന്ധകാരത്തിലും മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഉദയം ചെയ്ത ദീപ്തിയാണ് യേശു. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബലോൺ, നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ
മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ മത്തായി യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. മത്തായി 4:15-16 വാക്യങ്ങൾ. അതായത് 1:1 ദൈവം അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടിയിലൂടെ അടിസ്ഥാനമിട്ട് ദാവീദിനോട് ചെയ്ത ഉടമ്പടിയിലൂടെ നവീകരിച്ച ഉടമ്പടി വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി അവതരിപ്പിച്ച യേശുവിനെ ഇപ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായും അന്ധകാരത്തിലും മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഉദയം ചെയ്ത ദീപ്തിയായും, അതായത് നമുക്കായി നൽകപ്പെട്ട ദൈവിക വെളിപാടായി അവതരിപ്പിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് വിശുദ്ധ മത്തായി പ്രവേശിക്കുന്നത്. ചുരുക്കത്തിൽ രക്ഷാകര ചരിത്രം യേശുവിൽ പൂർണ്ണത കൈവരിക്കാൻ പോവുകയാണ്. ദൈവിക പദ്ധതിയും യുഗങ്ങളുടെ പ്രതീക്ഷകളും ദൈവത്തിൻ്റെ ഉടമ്പടി വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും തലമുറകളുടെ അന്വേഷണങ്ങളും മനുഷ്യൻ്റെ അഭിവാഞ്ചകളുമെല്ലാം യേശുവിൽ പൂർണ്ണത കൈവരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ മത്തായി യേശുവിൻ്റെ പരസ്യ ജീവിതം അവതരിപ്പിച്ചു തുടങ്ങുന്നത്. അവനിലൂടെ ദൈവത്തെ നമുക്ക് ശരിയായി അറിയാൻ സാധിക്കുന്നു. നമ്മിൽ നിന്ന് അജ്ഞതയുടെ അന്ധകാരം അകറ്റപ്പെടുന്നു. അതിനാൽ നാം ഓരോരുത്തരും യേശുവിലൂടെ ലോകത്തിന് വെളിപാടിൻ്റെ വെളിച്ചമായി മാറണമെന്ന് യേശു നമ്മോട് കൽപ്പിക്കുന്നു. പക്ഷേങ്കിൽ പ്രിയമുള്ളവരെ, നാം ഇന്നും ദൈവികമായ അജ്ഞതയിലല്ലേ ജീവിക്കുന്നത്? അവിടുന്ന് വെളിപ്പെടുത്തി തന്നതിൻ്റെ ഒരംശമെങ്കിലും നമുക്കറിയാമോ? ദൈവിക അറിവിൻ്റെ വെളിച്ചത്തിൽ വളരാനും മറ്റുള്ളവർക്ക് ദൈവിക വെളിച്ചം പകർന്നു നൽകാനും നാം എന്തുമാത്രം പരിശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് ആത്മശോധന ചെയ്തു നോക്കാം. 11 മനുഷ്യൻ്റെ എല്ലാ പ്രതീക്ഷകളും അന്വേഷണങ്ങളും ആഗ്രഹ അഭിലാഷങ്ങളും യേശുവിൽ പൂവണിയുന്നു എന്ന് മത്തായി 5:3-12 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന യേശുവിൻ്റെ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണം വ്യക്തമാക്കുന്നു. 12 വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തിൽ യേശുവിനെ നിയമവും പ്രവാചകന്മാരെയും പൂർത്തിയാക്കുന്നവനും ഉയർന്ന ധാർമ്മികതയിലേക്ക് തൻ്റെ ശിഷ്യരെ നയിക്കുന്ന ശിഷ്യത്വ പ്രബോധകനായും അവതരിപ്പിക്കുന്നു. 8-9 അധ്യായങ്ങളിൽ യേശുവിൽ സംജാതമായ ദൈവരാജ്യത്തിൻ്റെ അടയാളമായി 10 രോഗസൗഖ്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇന്ന് നമ്മിലൂടെ ദൈവരാജ്യം വ്യാപൃതമായാൽ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മിലൂടെയും സംഭവിക്കും. ഇന്ന് നമ്മുടെ ഇടയിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ ദിവ്യ പ്രബോധനങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 13-20 വരെയുള്ള അധ്യായങ്ങളിൽ യേശുവിനെ ദൈവരാജ്യ പ്രബോധകനായി അവതരിപ്പിക്കുന്നു. വിവിധ ഉപമകളിലൂടെ യേശു ദൈവരാജ്യത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും അതിൻ്റെ പൂർത്തീകരണവും ദൈവരാജ്യത്തിൻ്റെ പ്രാധാന്യത്തെയും സവിശേഷതകളെയും എല്ലാം എടുത്തു കാട്ടുന്നു. 21 മുതലുള്ള അധ്യായങ്ങളിൽ യേശുവിൻ്റെ യുഗാന്ത്യോന്മുഖമായ പ്രഭാഷണങ്ങളും അവിടുത്തെ പീഡാസഹനവും മരണോത്ഥാനവും വഴി ദൈവരാജ്യത്തിൻ്റെ യുഗാന്ത പൂർത്തീകരണത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ കരുണാർദ്ര സ്നേഹ സമ്മാനമായ യേശുവിലൂടെ ദൈവത്തെ വ്യക്തിപരമായി അടുത്തറിയാനും അനുഭവിക്കാനും ദൈവഹിതാനുസൃതം ജീവിച്ച് സഭയോട് ചേർന്ന് നിന്ന് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കും യുഗാന്ത പൂർത്തീകരണത്തിനുമായി പരിശ്രമിക്കാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതിനായി അവിടുന്ന് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.